അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ 4 ട്രെയിലറുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോസ് ഞാൻ എൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. എല്ലാവരും മസ്റ്റ് ആയിട്ടും ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനെറ്റിൽ ഇപ്പോൾ കറങ്ങി നടക്കുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഇതുവരെ ഇറങ്ങിയ ട്രെയിലേഴ്സ് എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഏറ്റവും പുതിയ തിയറീസും പ്ലോട്ട് ലീക്കിനെയും പറ്റിയാണ്. എല്ലാം നമ്മൾ അനുമാനിക്കുന്നത് പോലെ ആകണമെന്നില്ല, എന്നാലും ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി. സോ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പപ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് 4 ട്രെയിലറുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ആദ്യത്തെ ട്രെയിലർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റീവ് റോജേഴ്സിനെയാണ്. രണ്ടാമത്തെ ട്രെയിലർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തോറിനെയാണ്. മൂന്നാമത്തെ ട്രെയിലർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എക്സ്മെനെയാണ്. നാലാമത്തെ ട്രെയിലർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ദ ഫാന്റാസ്റ്റിക് ഫോറിനെയും വക്കാൻഡൻസിനെയും ടെലോക്കൻസിനെയുമാണ്. ഈ 4 ട്രെയിലറുകളും ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാവും. അതായത് ഈ 4 ട്രെയിലറുകളും വെറും ട്രെയിലേഴ്സ് അല്ല എന്ന്, മറിച്ച് ഈ 4 ട്രെയിലേഴ്സും ഒരൊറ്റ കഥയാണെന്ന്. മനസ്സിലായില്ല അല്ലേ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ആദ്യത്തെ ട്രെയിലർ ജീവിതത്തിന്റെ ആരംഭത്തെ, അതായത് ബർത്ത് അഥവാ ജനനത്തെ കാണിക്കുന്നു. രണ്ടാമത്തെ ട്രെയിലർ സർവൈവലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതും ഗോഡ് ഓഫ് തണ്ടർ ആയ തോറ് ഓൾഫാദർ ആയ ഓഡിനോട് ഒരു യുദ്ധത്തിൽ കൂടെ പങ്കെടുക്കാനും ഒരൊറ്റ എനിമിയെ കൂടെ ഡിഫീറ്റ് ചെയ്യാനും തന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ ട്രെയിലർ ഡെത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ട്രെയിലറിൽ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന മാഗ്നീറ്റോയുടെ വോയിസിൽ നിന്ന് തന്നെ വ്യക്തമാണ്, എത്രമാത്രം സർവൈവ് ചെയ്യാൻ ശ്രമിച്ചാലും ഒടുവിൽ നമ്മളെല്ലാം മരണത്തിന് കീഴടങ്ങണമെന്ന ഒരു സൂചനയാണ് മൂന്നാമത്തെ ട്രെയിലർ പറയാൻ ശ്രമിക്കുന്നത്. നാലാമത്തെ ട്രെയിലർ ആഫ്റ്റർ ലൈഫിനെയാണ് സൂചിപ്പിക്കുന്നത്. നാലാമത്തെ ട്രെയിലറിൽ ഷൂറി അഥവാ ബ്ലാക്ക് പാന്തർ ആഫ്റ്റർ ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഇപ്പോൾ ഇറങ്ങിയ 4 ട്രെയിലേഴ്സും വെറും ട്രെയിലേഴ്സ് അല്ല. ആ ട്രെയിലേഴ്സ് ഒക്കെ വലിയ ക്ലൂസ് ആണ്. ആ ട്രെയിലേഴ്സ് കഥകളാണ്. ഒരു മനുഷ്യന്റെ ജനനം, അതിജീവനം, മരണം, മരണാനന്തര ജീവിതം എന്നിവയാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ 4 ട്രെയിലേഴ്സിലൂടെ മാർവൽ സ്റ്റുഡിയോസ് കാണിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഡോക്ടർ ഡൂമുമായിട്ട് എന്താകും ബന്ധമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. അതിനുള്ള ഉത്തരം ഞാൻ പറയാം. അതായത് എന്റെ മനസ്സിലുള്ള ഒരു തിയറി ഞാൻ പറയാം. മാർവൽ സ്റ്റുഡിയോസ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലേഴ്സ് ഞാൻ മുൻപ് പറഞ്ഞ രീതിയിൽ റിലീസ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില് പാസ്റ്റിലേക്ക് പോയ സ്റ്റീവ് റോജേഴ്സ് പെഗി കാർട്ടറിനോടൊപ്പം ജീവിച്ച് അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നതോടെ ഒരു മാസീവായിട്ടുള്ള മൾട്ടിവേഴ്സൽ ഇംബാലൻസ് ഉണ്ടായി കാണുമെങ്കിലോ? ഒരു പക്ഷേ സ്റ്റീവ് റോജേഴ്സ് ഈ യൂണിവേഴ്സിൽ താൻ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ തയ്യാറായപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ മറ്റൊരു യൂണിവേഴ്സിൽ മറ്റൊരാൾക്ക് അയാൾ ആഗ്രഹിച്ച ജീവിതം നഷ്ടമായിട്ടുണ്ടാകുമെങ്കിലോ? ആ ഒരു കാര്യമാകാം വിക്ടർ വോൺ ഡൂം എന്ന ഡോക്ടർ ഡൂം കഥയിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്നത്. സ്റ്റീവ് റോജേഴ്സിന്റെ തീരുമാനം ഹിസ്റ്ററിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിലും ആ തീരുമാനം ഡോക്ടർ ഡൂമിന്റെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ആയ എന്തെങ്കിലും ഇല്ലാതാവാൻ ഇടയായിട്ടുണ്ടാകാം. ആ കാരണം കൊണ്ട് തന്നെയാകാം ഡോക്ടർ ഡൂം റിവെഞ്ച് എടുക്കാനോ അല്ലെങ്കിൽ കോൺക്വർ ചെയ്യാനോ ഒക്കെ ആയിട്ട് എർത്ത് 616ലേക്ക് എത്താൻ പോകുന്നത്. ഡോക്ടർ ഡൂമിന്റെ കയ്യാൽ പല ക്യാരക്ടേഴ്സും മരണപ്പെടുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. എക്സ്മെൻ എന്ന ടീമിലെ മെമ്പറായ സൈക്ലോപ്സിന്റെ വൈഫായ ജീൻ ഗ്രേയും അവരുടെ മകനായ നഥാൻ സമ്മേഴ്സിനെയും ഒരുപക്ഷെ ഡോക്ടർ ഡൂം കൊന്നിട്ടുണ്ടാകാം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ മൂന്നാമത്തെ ട്രെയിലറിൽ സൈക്ലോപ്സ് തന്റെ വൈസർ ഊരി മാറ്റിയിട്ട് തന്റെ കണ്ണിൽ നിന്ന് ഒപ്റ്റിക് ബ്ലാസ്റ്റ് പുറപ്പെടുവിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അതായത് സൈക്ലോപ്സിന് ഇനി നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ലെന്ന്. സോ ഗൈസ്, ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ ചുറ്റിപ്പറ്റിയുള്ള ഇനിയും ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.